കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വള്ളികുന്നം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPM ചാരുമൂട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു ധർണ ഉദ്ഘാടനം ചെയ്തു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വള്ളികുന്നം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയായിരുന്നു ധർണ. ചാരുമൂട് CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു ധർണ ഉദ്ഘാടനം ചെയ്തു. പുതിയ സംവിധാനം വന്നിട്ടുണ്ട് സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സോഷ്യൽ ഓഡിറ്റ് കാരണം തൊഴിലാളികൾക്ക് നിശ്ചയിച്ചു നൽകിയിരിക്കുന്ന ജോലി പൂർത്തീകരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. നമുക്ക് തർക്കമൊന്നുള്ള കാര്യമല്ല. നമ്മളോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ അത് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ കയ്യാല വെട്ടുകയാണ്, അതുപോലെ കുഴിയെടുക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ജോലി പ്രവൃത്തികളാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടക്കുന്ന എപ്പോഴും 6 മാസം കഴിയും. 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ കുഴി കാണത്തില്ല, ഈ അളവിലുള്ള കുഴി അവിടെ കാണത്തില്ല. അതിൻ്റെ എത്ര MQ മണ്ണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കും. അത് ആ റിപ്പോർട്ടിന് പ്രകാരം ഞാൻ പറഞ്ഞല്ലോ 6 മാസം മുമ്പ് ചെയ്ത് വെച്ച കുഴി അതുപോലെ കിടക്കുമോ? 6 മാസം മുമ്പ് നമ്മൾ വെട്ടിവെച്ച കയ്യേൽ അതുപോലെ ഇരിക്കുമോ? അപ്പോൾ വന്ന് നോക്കുക, നോക്കിയിട്ട് കൂലി കുറയ്ക്കും. അതിനുശേഷമുള്ള കൂലിയിൽ കുറവ് വരാൻ വേണ്ടി പോവുകയാണ്. അപകടം നിങ്ങൾ മുന്നിൽ കണ്ടുകൊള്ളണം. ഈ തീരുമാനമെടുക്കുന്ന എന്തിനാ? അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന നില വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രംഗം വിട്ട് വീട്ടിലിരിക്കും. എന്തിനാ വെറുതെ പോകുന്നത് എന്ന മനോഭാവത്തിലേക്ക് കാര്യം വരും. നമുക്കറിയാം ഈ മേഖലയാകെ ശാക്തീകരിക്കപ്പെട്ട് സംഘടിത ശക്തിയായി ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ്. കേരളത്തിലാണ് തൊഴിലാളികളുടെ അവകാശബോധവും തൊഴിലാളികളുടെ സംഘടനാ സ്വാതന്ത്ര്യവും സംഘടനാപരമായ ഇടപെടലും ഒക്കെ വലിയ രൂപത്തിലുള്ളത് കേരളം പോലുള്ള സംസ്ഥാനത്താണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇതൊക്കെ അവസാനിപ്പിച്ച് പോകുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പം തന്നെ നിങ്ങൾ നടത്തിയ പ്രക്ഷോഭം വലിയ രൂപത്തിൽ പ്രതികരണം ഉണ്ടാക്കിയത് കേരളത്തിലാണ് നേരത്തെ. ഇപ്പം ഇവിടെ നാം നടത്തുന്ന സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സമരരംഗത്ത് സജീവമായി നിൽക്കുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസവും തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രൂപത്തിൽ എല്ലാവരും സംഘടിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കത്തിനെതിരായി ശക്തമായ പ്രക്ഷോഭ രംഗത്തേക്ക് വരിക തന്നെ വേണം. അങ്ങനെ വരുന്നതിന് നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിലുള്ള വ്യക്തിപരമായ രാഷ്ട്രീയം ഒരു തടസ്സമായി കൂടാ. ഏരിയ കമ്മിറ്റി അംഗം വി വിനു അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB അഭിലാഷ് സ്വാഗതം പറഞ്ഞു. രവീന്ദ്രനാഥ്, K രാജു, സലിം കുമാർ, ശ്രീജ സുരേഷ്, ബിജി പ്രസാദ്, K മണിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചാരുമൂട്.